കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ 2025 എന്ന് പറയുന്ന വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നവംബർ മാസം ഇത് അവസാനത്തെ ആഴ്ചയും 2 ദിവസം കഴിഞ്ഞാൽ ഈ മാസം തീരുന്നു. നമ്മൾ പുതു മാസത്തിലേക്ക്, അവസാനത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നെത്തിച്ചത് ദൈവത്തിൻ്റെ വൻ കൃപകളെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പുകൾക്കും ദൈവത്തിൻ്റെ എല്ലാവിധമാകുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവസന്നിധി നന്ദിയോടെ സ്തോത്രം പറയുന്നു. ഈ ഒരു വർഷം മുഴുവൻ ഈ ദൈവവചന പഠന ക്ലാസ്സിനായി അറ്റൻഡ് ചെയ്തവരും അതിന് വേണ്ട സപ്പോർട്ട് നൽകിയ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെ എഗസ്കേലിൻ്റെ പുസ്തകം 44-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 44-ാം അധ്യായം എഗസ്കേലിനെ ദൈവം കിഴക്കേ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോകുന്നു. ആലയം മൊത്തം ഒന്ന് ചുറ്റി സഞ്ചരിച്ച് വീണ്ടും കിഴക്കേ ഗോപുരത്തെങ്കിൽ വരുന്നു. അവിടെ നടന്നതെല്ലാം കണ്ടതിന് ശേഷം അകത്ത് കൊണ്ടുപോയി എല്ലാ കാഴ്ചകളൊക്കെ കാണിച്ച് വീണ്ടും കിഴക്കേ ഗോപുരത്തുകൾ കൊണ്ടുവന്നിട്ട് അടുത്ത ഒരു സീൻ നടക്കുകയാണ്. ഈ കിഴക്കേ ഗോപുരത്തെങ്കിൽ വരുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഇതിൻ്റെ വാതിൽ അടച്ചിരിക്കുന്നു, ഇതിൻ്റെ വാതിൽ അടച്ചിരിക്കണം. യഹോവയായ ദൈവം ഇതിനകത്തോട് പ്രവേശിച്ചത് കൊണ്ട് ഇത് അടച്ചിരിക്കുന്നു എന്ന് അവിടെ യഹോവയായ ദൈവം തന്നെ പറയുന്നുണ്ട്. അതിലൂടെ ആരും കടക്കരുത്. കാരണം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിലൂടെ കടന്നതുകൊണ്ട് അതിനകത്ത് ആരും കടക്കല്ലേ, അത് അടച്ചിരിക്കുകയാണ്. എന്നാൽ 3-ാം വാക്യത്തിൽ ഒരു പ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ പ്രഭുവായിരിക്കിയാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവന് ഈ കിഴക്കേ വാതിലൂടെ അകത്ത് കയറുവാനായ അധികാരവും അവകാശമുണ്ട്. മറ്റാരെയും അതിനകത്ത് കയറുവാൻ അനുവദിച്ചിട്ടില്ല. ഈ പ്രഭു ആരാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ സവിസ്തരമായി നമ്മൾ പഠിച്ചിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഈ പ്രഭു, വരാൻ പോകുന്ന പ്രഭു. ആ പ്രഭുവിന് വേണ്ടി ഇത് മാറ്റി അടച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അവർ ദാവീദിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ദാവീദ് എനിക്കൊരു പ്രഭു ആയിരിക്കും, തൻ്റെ ജനത്തിനിടയിൽ പ്രഭു ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ പഠിച്ച വേദഭാഗത്ത് മനസ്സിലായത് ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന യേശുക്രിസ്തു ആണ് ആ പ്രഭുവെന്നും മശിഹയ വാഴ്ചയെക്കുറിച്ചുള്ള ഭാഗമാണത്. യഹൂദന്മാർ ഒന്നടങ്കം കാത്തിരിക്കുന്നതാണ്. അവരുടെ മശിഹ വരും, കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിക്കും. ക്രൈസ്തവ ലോകവും പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു. മശിഹ വരും, തൻ്റെ രാജ്യം സ്ഥാപിക്കും. അങ്ങനെ ക്രൈസ്തവരും യഹൂദന്മാരും ഒരുപോലെ വിശ്വസിക്കുന്നൊരു കാര്യം, മശിഹ വരും, തൻ്റെ രാജ്യം സ്ഥാപിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ 2 കൂട്ടരും ഒരുപോലെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു, അതിനുവേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ മുന്നോടിയായി നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യം എടുത്തു നോക്കിയാലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ
ആർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്കാണ് രാജ്യങ്ങളുടെ പോക്ക്. ഇന്ത്യയിൽ തന്നെ വളരെയധികം ശക്തമേറിയ അനുഭവങ്ങളിലൂടെയാണ് ജനം കടന്നു പോകുന്നത്. ഒരു സൈഡിലൂടെ പീഡനങ്ങൾ വർദ്ധിക്കുന്നു, സഭകൾ നശിപ്പിക്കുന്നു, ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നു. ഇതിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം സമൂഹം. എന്നാൽ ഒരു ന്യായവിധി കോടതി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ ചെന്നാൽ എന്തെങ്കിലും ഒരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷയോടെ അവിടെ ചെല്ലുകയും പ്രതീക്ഷിക്കുന്നതായ മറുപടി കിട്ടാതെ വരികയും ചെയ്യുന്നതായ അനുഭവങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന പോലെ തന്നെ നിർബന്ധിച്ച് മതകാര്യങ്ങളിൽ ഇടപെടുത്തുകയും ചെയ്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരനുഭവം വരെ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും, ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഉയർന്ന വ്യക്തി പറഞ്ഞു അതിനകത്ത് പോയി പൂജ നടത്തണമെന്ന് പറഞ്ഞു. പുള്ളി അതിനെ തിരസ്കരിച്ചു. തമിഴ്നാട്ടുകാരനാണ്, ശാമുവേൽ കമലകേശൻ എന്ന് പറയും. തന്നെ അതിന് ജോലി പിരിച്ചുവിട്ടു. താൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ സമീപിച്ചപ്പോൾ തനിക്ക് നിരാശകരമായ ഒരു മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ ആ നിലയിലേക്കൊക്കെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നടുവിൽ പ്രതീക്ഷയോടെ നമ്മൾ നമ്മുടെ മശിഹയുടെ വരവിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നു. നീതിയില്ലാത്ത ലോകത്തിൽ, ന്യായമില്ലാത്ത ലോകത്ത് നീതിയോട് ഭരിക്കുന്ന ഒരു രാജാവ് വരും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ നമ്മളായിരിക്കുന്നു. നമ്മൾ ആ ഭാഗമാണ് പഠിച്ചു നിർത്തുക. അതോട് ചേർന്ന് നമ്മൾ കണ്ടത് യെഹെസ്കേലിനെ വീണ്ടും കിഴക്കേ ഗോപുരം അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ആലയത്തിൻ്റെ വടക്ക് ഗോപുരത്തിലൂടെ ആലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് 4-5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ആ 4-5 വാക്യം ഒന്ന് വായിച്ച് 44-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം. അവൻ എന്നെ വടക്കേ ഗോപുരം വഴിയായി ആലയത്തിന്റെ മുമ്പിൽ കൊണ്ടുചെന്നു. ഞാൻ നോക്കി, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ട് കവിണ്ണു വീണു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, യഹോവയുടെ ആലയത്തിന്റെ സകല വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും നീ നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേൾക്ക. ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം കുറികൊള്ളുക. ഓക്കെ, ഇവിടെ യെഹെസ്കേൽ പ്രവാചകനെ ദൈവം വടക്കേ ഗോപുരത്തെങ്കിലൂടെ കൊണ്ടുപോകുന്നു. ആലയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യഹോവയുടെ തേജസ് കൊണ്ട് ആലയം നിറച്ചിരിക്കുകയാണ്. 43-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യങ്ങൾ കണ്ടത് ദൈവമഹത്വം കിഴക്കേ ഗോപുരത്തിലൂടെ ആലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതിന് 7-ാം വാക്യത്തിൽ വരുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ സിംഹാസനം എന്നേക്കുമായി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണെന്നും ഇതെൻ്റെ സിംഹാസനം ഇട്ടിരിക്കുന്ന സ്ഥലമാണെന്നും പറഞ്ഞ് ദൈവം തൻ്റെ സിംഹാസനം ഉറപ്പിക്കുന്നു. മറ്റൊന്ന്, ഈ നിലയിൽ കാണുമ്പോൾ ആലയത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ യെഹെസ്കേൽ കാണുന്ന ദൈവ മഹത്വം കൊണ്ട് ആലയം നിറഞ്ഞിരിക്കുകയാണ്. ആ ആലയം ഒരിക്കൽ ദർശനത്തിൽ കണ്ടപ്പോൾ ദൈവമഹത്വം പോകുന്ന ഒരു അനുഭവം കണ്ടു. ആ സമയത്ത് യെഹെസ്കേൽ ഒത്തിരി ദുഃഖവും ഭാരവും ഒക്കെ തോന്നി. ഇപ്പോൾ
ആലയത്തിൽ ദൈവ മഹത്വം നിറഞ്ഞിട്ട് യെഹെസ്കേൽ അതിനു മുമ്പിൽ കവിണ് വീഴുന്ന ഒരു യെഹെസ്കേലിനെയാണ് കാണാൻ കഴിയുന്നത്. അത് കഴിയുമ്പോൾ യഹോവയായ ദൈവം അവനൊരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ആ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് നീ അത് കേൾക്കണം. ജാഗ്രതയോടെ ഇരിക്കേണ്ട ചില നിമിഷങ്ങൾ. എന്താണ് ജാഗ്രതയോടെ നീ കേൾക്കുകയും കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആർക്കൊക്കെ ആലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കാം, അഥവാ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരെയും നീ നന്നായി ശ്രദ്ധിക്കണം. ആലയത്തിനകത്ത് കടക്കുവാൻ അനുവദിക്കപ്പെട്ടവരാര്, ആലയത്തിനകത്ത് പ്രവേശിക്കാതെ വണ്ണം ഒഴിവാക്കപ്പെട്ടവരാര് എന്നീ കാര്യങ്ങൾ യെഹെസ്കേലേ നീ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആലയത്തിനകത്ത് ആര് പ്രവേശിക്കണം, ആര് പ്രവേശിക്കാൻ പാടില്ല. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന് സമാനമാകുന്ന ഒന്നുണ്ട് വാക്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ യെരുശലേമിൽ ആർക്കൊക്കെ പ്രവേശിക്കാം, ആര് പ്രവേശിക്കാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കിതിനെ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ സാധിക്കും. അതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. നമുക്കതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 7, 8 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സസ് 7 and 8. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ. ഇത് രണ്ടാമത്തെ മരണം. ഇവിടെ വായിക്കുന്നത്, ഞാൻ ജീവനുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുമെന്നവന് ഇത് ഞാൻ അവകാശമായി കൊടുക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ അതിൻ്റെ അകത്ത് പ്രവേശിക്കാത്ത ഒരു ഗ്രൂപ്പിൻ്റെ ലിസ്റ്റ് ഇവിടെ വായിക്കുന്നുണ്ട്. ആ ലിസ്റ്റാണ് ഇവിടെ വായിച്ചത്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ളത് ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക അത്രേ. ഇനിയും വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൻ്റെ 14, 15 വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സസ് 14 and 15. വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. നോക്കണം, ഇവിടെയും അത് തന്നെ പറയുന്നത്. ഇപ്പം നമ്മളത് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ യെഹെസ്കേൽ കണ്ട ആലയത്തെക്കുറിച്ച് അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് 40 അധ്യായത്തിലാണെന്ന് തോന്നുന്നു. യെഹെസ്കേലിനെ ദൈവം ദർശനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യെഹെസ്കേൽ ആദ്യം കാണുന്നത് മനോഹരമാകുന്ന ഒരു പട്ടണം പോലെയാണ് യെഹെസ്കേൽ കാണുന്നത്. പട്ടണം പോലെയാണ്. അപ്പോൾ ആ പട്ടണം പോലെയാണ് പിന്നീട് അത് ആലയത്തിൻ്റെ പണികളായും ആലയമായിട്ടൊക്കെ യെഹെസ്കേൽ കാണുന്നത്. അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പട്ടണമായിട്ടാണ് കാണുന്നത്.
അവിടെ അതിൻ്റെ അകത്ത് ആര് പ്രവേശിക്കാൻ പാടില്ല, ആര് പ്രവേശിക്കണമെന്ന് ഇവിടെ പറയുമ്പോൾ നീ അത് ശ്രദ്ധിച്ച് നോക്കണം, ശ്രദ്ധിച്ച് കാണണം, ശ്രദ്ധിച്ച് കേൾക്കണം. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തിൽ ആര് പ്രവേശിക്കണം, ആര് പ്രവേശിക്കരുത് എന്ന് എടുത്തു പറയുന്നു. അങ്ങനെയെങ്കിൽ യെഹെസ്കേൽ കണ്ട ആലയം എന്ന് പറയുമ്പോൾ ആളുകൾ, പണ്ഡിതന്മാർ പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്ന കാര്യമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ അതിൻ്റെ അകത്ത് ആര് പ്രവേശിക്കും, ആര് പ്രവേശിക്കത്തില്ല. ഇവിടെയും അത് തന്നെ പറയുന്നു. പുതിയ യെരൂശലേമിൽ ആര് പ്രവേശിക്കും, ആര് പ്രവേശിക്കത്തില്ല. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 2 ഭാഗത്തും ആര് പ്രവേശിക്കുമെന്ന് എടുത്തു പറയുന്നു. നഗരത്തിൽ കടക്കേണ്ടി തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറയുന്നു, ഇവർക്ക് അതിൻ്റെ അകത്ത് പ്രവേശിക്കുവാൻ സാധ്യമല്ല. 21-ാം അധ്യായത്തിലും പറയുന്നു, ആ ജയിക്കുന്നവന് ഞാൻ അത് കൊടുക്കും, അവൻ എനിക്ക് മകനായിരിക്കും, ഞാൻ അവന് ദൈവമായിരിക്കും പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തും പറയുന്നു ഇവർ അതിനകത്ത് പ്രവേശിക്കത്തില്ല. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യവും യെഹെസ്കേൽ പറയുന്ന കാര്യവും നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇത് സഹസ്രാബ്ദ വാഴ്ചയിൽ നടക്കുന്ന ഒരു വസ്തുതയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ വ്യക്തമായി പറഞ്ഞു, തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക്, അവർക്ക് മാത്രമേ അതിനകത്ത് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അല്ല ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർക്ക്, ബിംബാരാധികൾക്ക്, ശുദ്രക്കാർക്ക്, ഇവർക്കാർക്കും അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ സൂക്ഷിച്ച്, നമ്മളെ തന്നെ കണ്ടുപിടിച്ച് ജീവിതം ക്രമീകരിച്ച് മുൻപോട്ട് പോയാൽ നമുക്കതിനകത്ത് പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. നമുക്കതിൻ്റെ 6 മുതൽ 9 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. യെഹെസ്കേൽ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വാക്യങ്ങൾ. വായിക്കേ. ഇസ്രായേൽ ഗൃഹക്കാരായ മത്സരികളോട് നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ സകല മ്ലേച്ഛതകളും മതിയാക്കുവീൻ. നിങ്ങൾ എൻ്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന് നിങ്ങൾ ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല മ്ലേച്ഛതകളും പുറമെ നിങ്ങൾ എൻ്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കളുടെ കാര്യം വിചാരിക്കാതെ അവരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കാര്യവിചാരണയ്ക്ക് ആക്കിയിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരനും തന്നെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത്. ഓക്കെ, ഇത് ദൈവജനത്തിൻ്റെ ഇടയിലുള്ളതായ മ്ലേച്ഛതകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങളുടെ മ്ലേച്ഛതകൾ ഇനിയും നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവരിൽ ഉണ്ടായ മ്ലേച്ഛതകളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ ഭാഗം താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഇസ്രായേൽ ജനം മാത്രമല്ല, പുരോഹിത വർഗത്തോടും ആ ദൂത് പറയുന്നുണ്ട്. യെഹെസ്കേലിന്റെ കാലത്ത് ജനങ്ങളോട്, ഇസ്രായേൽ ഗൃഹത്തിലെ മത്സരികളോട് ദൈവം സംസാരിച്ചു. യെഹെസ്കേൽ അതിൽ പറയുന്ന ആലയത്തിനെ ഒരു ദിവസം വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ യഹോവയോട് പൂർണ്ണമായും വിശ്വസ്തരായിരിക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹാരാധനയും മ്ലേച്ഛതയൊക്കെ വിട്ടിട്ട്
നിങ്ങൾ പൂർണ്ണമായും ദൈവത്തോട് വിശ്വസ്തരായിരിക്കണമെന്ന് പറയുന്നു. അതാണ് ആ 7-ാം വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ സകല മ്ലേച്ഛതകളും മതിയാക്കുവീൻ. നിങ്ങൾ എൻ്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന് എന്നെടുത്തു പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, എൻ്റെ ആഹാരമാകുന്ന രക്തവും മേധസ്സും അർപ്പിക്കപ്പെടുമ്പോൾ എന്ന് എടുത്തു പറയുന്നു, എൻ്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന്. അവിടെ ചേർന്നുള്ള ഭാഗം കൂടെ പറഞ്ഞ ശേഷം നമുക്ക് ആ ഭാഗത്ത് എന്നാലേ പറഞ്ഞ കാര്യം മനസ്സിലാകത്തുള്ളൂ. അവിടെ എടുത്തു പറയുന്നു, ഹൃദയത്തിലും ജഡത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല മ്ലേച്ഛതകൾക്കും പുറമെ നിങ്ങൾ എൻ്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ 3 കൂട്ടം കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ എനിക്ക് രക്തവും മേധസ്സും അർപ്പിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ യാഗം കഴിക്കാൻ വേണ്ടി വന്നു. ഒന്നുകൂടി പറഞ്ഞാൽ ആരാധിപ്പാൻ വേണ്ടി, വഴിപാടിന് അർപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. എങ്ങനെ ആലയത്തെ അശുദ്ധമാക്കി? ഹൃദയത്തിലും മാംസത്തിലും പരിച്ഛേദന ഏൽക്കാത്ത അന്യജാതിക്കാരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നു, അവരെ അതിൻ്റെ അകത്ത് പ്രവേശിപ്പിച്ചു. നിങ്ങളുടെ സകല മ്ലേച്ഛതകൾക്കും പുറമെ ഇതാണ് ഒരു മ്ലേച്ഛത. എന്നെ ആരാധിപ്പാൻ വേണ്ടി വന്നപ്പോൾ അഗ്രചർമ്മികളാകുന്ന പരിച്ഛേദന ഏൽക്കാത്ത അന്യജാതിക്കാരെ വിശുദ്ധ മന്ദിരത്തിനകത്ത് പ്രവേശിപ്പിച്ചു. മറ്റൊന്ന്, എൻ്റെ നിയമത്തെയും എൻ്റെ പ്രമാണത്തെയും നിങ്ങൾ ലംഘിച്ചു. ഈ 3 കൂട്ടം കാര്യങ്ങൾ അതൊന്നും ഞാൻ വിശദീകരിക്കാം. മ്ലേച്ഛത ഇതാണ്, അന്യജാതിക്കാരെ, അഗ്രചർമ്മികളല്ലാത്ത ആയവരെ അതിൻ്റെ അകത്ത് പ്രവേശിച്ചതിനെ, പരിച്ഛേദന ഏൽക്കാത്തവരെ ആലയത്തിനകത്ത് പ്രവേശിപ്പിച്ചു. എപ്പോൾ? ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി വന്നപ്പോൾ. അവിടെ മേധസ്സും രക്തം ഉദ്ദേശിക്കുന്നത് യാഗം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ, അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി വന്നപ്പോൾ. ഈ പരിച്ഛേദന എന്ന് പറയുമ്പോൾ, അഥവാ അഗ്രചർമ്മികൾ എന്ന് പറയും, പരിച്ഛേദന ഏൽക്കാത്തവരെ. അപ്പോൾ എന്താണ് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ? എന്താണ്? അതൊരു കവനന്റിൻ്റെ അടയാളമാണ്, ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. അതറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വാക്യങ്ങൾ വായിച്ച്, ജെനസിസ് ചാപ്റ്റർ 17 വേഴ്സസ് 10 to 14. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്, നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി ഇല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. അപ്പൊ നിന്റെ വീട്ടിൽ ജനിക്കുന്ന സകല പുരുഷ പ്രജകളും പരിച്ഛേദന ഏൽക്കണം. ഇത് ദൈവം ചെയ്ത, അബ്രഹാമുമായി ചെയ്തൊരു ഉടമ്പടിയാണിത്. അങ്ങനെയെങ്കിൽ പരിച്ഛേദന എന്ന് പറയുമ്പോൾ അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ്, ഒരു കവനന്റാണത്. അപ്പോൾ അതാണ് പരിച്ഛേദന.
അപ്പോൾ ഇവിടെ വായിക്കുന്നു, മാംസത്തിലും ഹൃദയത്തിലും പരിച്ഛേദന ഏൽക്കാത്തവരെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. മറ്റേ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയാണ് എന്ന് തലമുറയായിട്ട് ഈ ഉടമ്പടി ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന് മാറ്റം വരല്ലേ. തലമുറ എത്ര മാറിയാലും ശരി, ഈ കവനന്റിന് യാതൊരു മാറ്റമില്ല. ഇത് തുടർന്നേ ഒക്കത്തുള്ളൂ. ദൈവം കൊടുത്ത ഒരു ഉഭയ സമ്മതത്തിൻ്റെ, അതായത് ഉടമ്പടിയുടെ അടയാളമാണത്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഹൃദയ പരിച്ഛേദന എന്നാണ് വായിക്കുന്നത്. ഹൃദയത്തിലും മാംസത്തിലും എന്നാ പറയുന്നത്. എന്താണ് അതിനർത്ഥം? അതിനെ മനസ്സിലാക്കണമെങ്കിൽ അത് ആത്മീകമാകുന്ന ലിറ്ററൽ മീനിങ് അല്ല. അത് ഒരു ആത്മീയ അർത്ഥത്തിലേക്ക് അത് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യം വായിക്കാം. റോമൻസ് ചാപ്റ്റർ 2 verses 28 and 29. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന അത്രേ പരിച്ഛേദന. അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളം പുറമേയുള്ള അടയാളമാണ്. എന്നാൽ ഇവിടെ യഹസ്കേലിനോട് ബന്ധത്തിൽ പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തെ പരിച്ഛേദന, ജഡത്തിൻ്റെ അകത്തെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിരോധമായിട്ടുള്ള ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിന് തടസ്സമായിരിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം നീക്കം ചെയ്യാതെ നേരിട്ടങ്ങ് വന്ന് കയറിയിരിക്കുക. അപ്പോൾ ദൈവവുമായി ചെയ്ത ഉടമ്പടി അടയാളം അങ്ങനെ ഇരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തൊരു മാറ്റവുമില്ലാതെ, നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയാതെ അതുമായിട്ട് ആലയത്തിനകത്ത് അന്യജാതിക്കാരൻ പ്രവേശിച്ചു. അടുത്ത വായിക്കുന്നത് മാംസത്തിൽ പറഞ്ഞ ജഡത്തിൽ ഉദ്ദേശിച്ച് ജഡത്തിൻ്റെ സ്വഭാവം. ഹൃദയം എന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് വികാരങ്ങളുടെ ഒരു ഇരിപ്പിടമാണ് ഹൃദയമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സകലവിധമാകുന്ന ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ദൈവത്തിന് ഹിതമല്ലാത്ത ചിന്തകൾ കൊണ്ട് നിറഞ്ഞ ഹൃദയം, സകല മാംസ ഇച്ഛകളോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി ആലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നീ അത് അനുവദിച്ചു. ഇങ്ങനെയുള്ളൊരു വ്യക്തി ആലയത്തിൻ്റെ അകത്ത് കടക്കുവാൻ നിങ്ങൾ അത് അനുവദിച്ചു. അങ്ങനെ എൻ്റെ പ്രമാണത്തെ നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞ അർത്ഥം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ ദൈവസന്നിധിയിൽ അവൻ ഒരു പരിച്ഛേദന മനോഭാവത്തോടുകൂടെ നീക്കേണ്ടതിനെ നീക്കിക്കളഞ്ഞ്, കട്ട് ചെയ്യേണ്ടതിനെ കട്ട് ചെയ്ത്, ആ ഒരു അനുഭവത്തോടെ, ആ ഒരു ഫീലിങ്സോടെ, ആ ഒരു വിചാരത്തോടെ വരാതെ ആർക്കും കയറി വരാമെന്ന ചിന്തയിൽ ഇതൊന്നുമില്ലാത്തവനെ ആലയത്തിൻ്റെ അകത്ത് പ്രവേശിപ്പിച്ചു. ഇന്ന് രാത്രി നമ്മൾ ഓർത്തുകൊള്ളണം,
നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിക്കുന്ന ആർക്കും എങ്ങനെയും കയറി ചെല്ലാമെന്ന്. പക്ഷെ നമ്മളിതിനെല്ലാം കണക്ക് ബോധിപ്പിക്കണം. ആർക്കും എങ്ങനെയും കയറി വരാം. നമ്മൾ ഇന്നത്തെ നോക്കിക്കഴിയുമ്പോൾ ഏത് രാഷ്ട്രീയക്കാരനും എവിടെയും കയറി ചെല്ലാം. ദൈവദാസന്മാരുടെ മധ്യത്തിൽ കയറിയിരുന്നിട്ട് പോകാം. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുന്ന, ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരുത്തനെയും ദൈവം ആലയത്തിനകത്ത് പ്രവേശിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആലയത്തിനകത്ത് ചെല്ലുമ്പോൾ ഒരു ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഉടമ്പടിയിൽപ്പെട്ട വ്യക്തിയാണെന്ന് ഉത്തമ ബോധ്യമുള്ളവരായി ആ ഉടമ്പടി പ്രകാരം വേണം നാം ദൈവസന്നിധിയിൽ കയറി ചെല്ലേണ്ടത്. അപ്പൊ ദൈവവുമായി ഉടമ്പടി ഇല്ലാത്തവരെ ആലയത്തിൽ നേതൃത്വവും പങ്കാളിത്തവും അനുവദിച്ചതിലൂടെ ഇസ്രായേലിലെ മുൻകാല പാപത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ഒരു പരിച്ഛേദനയും ഏൽക്കാത്ത, സകല വിഗ്രഹങ്ങൾക്കും കൊണ്ട് ധൂപവും കത്തിച്ച്, സകല വിഗ്രഹങ്ങളുടെ മുൻപിൽ ബലിയും അർപ്പിച്ച്, അവിടെയും കുമ്പിട്ട് ഇവിടെയും കുമ്പിട്ട്, അവിടെയും പോയി തിന്ന് ഇവിടെയും പോയി തിന്ന്, ഇങ്ങനെ കഴിയുന്ന ഒരുത്തനെയും ആലയത്തിൻ്റെ അകത്ത് കടക്കാൻ പ്രമാണമില്ല എന്നാണ് ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതോടെ വായിക്കുന്നത്, ഇസ്രായേൽ പണ്ട് ഈ നിലയിൽ പരിച്ഛേദന ഏൽക്കാത്തവരെ, അന്യജാതിക്കാരെ ആലയത്തിൻ്റെ അകത്ത് നേതൃത്വത്തിലേക്കും പങ്കാളിത്തത്തിലേക്കും അനുവദിച്ചത് കൊണ്ട് ഇസ്രായേൽ മുൻകാല പാപനിമിത്തം തൻ്റെ ഭാവി ആലയത്തിൻ്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വേർപിരിയൽ അവിടെ ഉണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ആലയത്തിൽ വന്നു. ഒരു പരിച്ഛേദന മേൽക്കാത്തവരെല്ലാം നിങ്ങൾ ആലയത്തിനകത്ത് കയറ്റി, നിങ്ങളതിനെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ യെഹെസ്കേൽ കണ്ട ആലയത്തിൻ്റെ അകത്ത് യഹോവ ദൈവം പറഞ്ഞു, ഇനിയും അങ്ങനെയുള്ള ഒരുത്തനെയും അതിൻ്റെ അകത്ത് ഞാൻ പ്രവേശിപ്പിക്കത്തില്ല. ആമേൻ. യഥാർത്ഥമാകുന്ന, മാനസാന്തരപ്പെടാത്ത, വേർപിരിയാത്ത, വേർപാട് അനുഷ്ഠിക്കാത്ത, ഉടമ്പടിയിലില്ലാത്ത ഒരുത്തനെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ദൈവം അടിവരയിട്ട് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് നാം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കിയപ്പോൾ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ അത് ചെയ്തിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് നടക്കുന്ന ഇതാണ്. ഒരിക്കൽ ആലയത്തിൻ്റെ അകത്ത് അഗ്രചർമ്മികളായിരിക്കുന്നവർ കയറി അവർക്ക് തോന്നുപോലെ ചെയ്തു. അവർ നേതൃത്വങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചു. തന്നിമിത്തം ദൈവം അവരെ ശിക്ഷിച്ചു. ഈ പറഞ്ഞ്, ഇനി അങ്ങുള്ള ഒരുത്തനും എൻ്റെ ആലയത്തിൻ്റെ അകത്ത് കടക്കുകയില്ല. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം ഇതിനകത്ത് കയറിക്കൂടിയിട്ടുണ്ട്. അവരിതിനെ വെറും ഒരു രാഷ്ട്രീയമായി കണ്ടിട്ട്, ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് പോലെയാണ് ഇതിനകത്ത് കയറിക്കൂടിയിട്ട്, അവർക്കൊരു മടിയും കൂടാതെ ഏത് തെരഞ്ഞെടുപ്പിന് നിന്നിട്ട് ജയിച്ച് മുന്നേറാമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇവിടുത്തെ താൽക്കാലികമാകുന്ന ലോക്കൽ ചർച്ചിൻ്റെ അകത്ത് നിനക്ക് ആള് കളിക്കാം. പക്ഷേ യഹോവയായ ദൈവം ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് ഇതിൻ്റെ അകത്ത് ഒരുത്തനെയും ദൈവം ആ നിലയിലുള്ളവനെ പ്രവേശിപ്പിക്കത്തില്ല. ഇവിടെ ഒരുപക്ഷെ രജിസ്റ്ററിനകത്ത് പേര് കാണും, ഒരുപക്ഷെ ഇവിടുത്തെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരിക്കാം, എല്ലാവരും അറിയപ്പെട്ടിരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും നിന്നെ പങ്കെടുപ്പിച്ചിരിക്കാം. പക്ഷെങ്കിൽ ദൈവസഭയുടെ ഇൻവിസിബിൾ ആയിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത്
ഇങ്ങനെയുള്ള ഒരുത്തനെയും പ്രവേശിപ്പിക്കത്തില്ല എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, നമ്മളിൽ ഇതൊന്നും വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നിങ്ങൾ സൂക്ഷിച്ചില്ല. ദൈവം തന്നെ നിയമത്തിലും ദൈവം തന്നെ ആലയത്തിലും അവിടെ നടക്കുന്ന ആചാര ചടങ്ങുകൾക്കെല്ലാം ദൈവം അതിൻ്റെതായിരിക്കുന്ന വിശുദ്ധ വസ്തുക്കളും അതിന് നിയമങ്ങളും ഉണ്ടായിരിക്കെ ഇസ്രായേൽ ആമേൻ അവരെല്ലാവരും ഭക്തികെട്ടവരായി ജീവിച്ചു. വിശുദ്ധ വസ്തുക്കളെ പുരോഹിതന്മാർ തുടരണമായിരുന്നു. വിശുദ്ധ വസ്തുക്കൾ പുരോഹിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കുമ്പോൾ അതുപോലും നിങ്ങൾ നോക്കാതെ ആർക്കും അതിനകത്ത് അവകാശപ്പെടുന്ന നിലയിൽ ആർക്കും അതിനകത്ത് തൊടുന്ന പോലെ നിങ്ങൾ ചെയ്തു. ഇവിടെ യഹോവയായ ദൈവം അതെടുത്തു പറയുകയാണ്. അതാണ് 6 മുതൽ 9 വാക്യങ്ങളിൽ എടുത്തു പറയുന്നത്. അതിന് മുമ്പ് 5-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ വാക്യത്തിൽ കണ്ടു ദൈവം ഒരു വേർതിരിവ് അവിടെ വിടുമെന്ന് പറഞ്ഞു. 6 മുതൽ വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു, ഞാൻ അനുവദിക്കത്തില്ല എന്ന് വ്യക്തമായി പറയുന്നു. നിങ്ങൾ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കളുടെ കാര്യം വിചാരിക്കാതെ അവരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കാര്യവിചാരകന്മാരാക്കി വച്ചിരിക്കുന്നു. അതിനകത്തുള്ള വസ്തുക്കൾ വിശുദ്ധമാണ്. അത് വിശുദ്ധമായി സൂക്ഷിക്കണം. അതിനകത്ത് പ്രവേശിക്കുന്നവർ വിശുദ്ധമായിരിക്കണം. അതിനകത്തെ വസ്തുക്കൾ വിശുദ്ധമായിരിക്കണം. ഇങ്ങനെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബോധ്യമില്ലാത്തവരായി നിങ്ങൾ അന്യജാതിക്കാരായിരിക്കുന്ന അഗ്രചർമ്മികളെ അതിൻ്റെ അകത്ത് കാര്യവിചാരകന്മാരാക്കി വെച്ചു. എന്ന് വളരെ വ്യക്തമായി ആ ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ പറയും, ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിനും മാംസത്തിനും അഗ്രചർമ്മയായ യാതൊരു അന്യജാതിക്കാരനും ഇനി അതിൻ്റെ അകത്ത് പ്രവേശിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഇന്നത്തെ ഒരു പിക്ചറാണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. ഈ കാലഘട്ടത്തിലെ സഭയ്ക്കകത്ത് നടക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ സഭയെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വെറും തരം താണ രാഷ്ട്രീയ കളികളുമായി ലക്ഷ്യസ്ഥാനത്തും അധ്യക്ഷസ്ഥാനത്തും എത്തിച്ചേരുവാൻ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. ഏത് വിധേന കയറിക്കൂടാൻ നടക്കുമ്പോൾ കയറിക്കൂടാൻ നടക്കുമ്പോൾ ദൈവവചനം പറഞ്ഞു, ഒരുത്തനും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്ത് കടക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിനിയും അതിൻ്റെ 10 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച്. ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ വിട്ടകന്നു പോയവരും എന്നെ വിട്ട് തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായ ലേവ്യർ തന്നെ തങ്ങളുടെ അകൃത്യം വഹിക്കണം. അവർ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആലയത്തിന്റെ പടിവാതിക്കൽ എല്ലാം ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന് ആലയത്തിലെ ശുശ്രൂഷ ചെയ്യണം. അവർ ജനത്തിനു വേണ്ടി ഹോമയാഗവും ഹനനയാഗവും അറുത്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ മുമ്പിൽ നിൽക്കണം. അവർ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്ത് ഇസ്രായേൽ ഗൃഹത്തിന് അകൃത്യം ഹേതുവായി തീർന്നത് കൊണ്ട് ഞാൻ അവർക്ക് വിരോധമായി കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കുന്നു. അവർ തങ്ങളുടെ അകൃത്യം വഹിക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, അടുത്ത ലേവ്യരോട് പറയുകയാണ്. ലേവ്യർ ഇതിനെല്ലാം കൂട്ടുനിന്നു. ഈ മ്ലേച്ഛതകൾക്കെല്ലാം സപ്പോർട്ട് ചെയ്തു. അവരോട് പറയുകയാണ്, ദൈവം ഇപ്പോൾ ലേവ്യരെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ മറ്റുള്ളവരോടൊപ്പം യഹോവയിൽ നിന്ന് അകന്നുപോയി അവരുടെ വിഗ്രഹങ്ങളെ പിന്തുടർന്നു.
നിങ്ങളും അതുകൊണ്ട് പിന്തുടർന്നതുകൊണ്ട് ആ തെറ്റുകൾ മുഴുവൻ നിങ്ങൾ തന്നെ അതിൻ്റെ ഫലം വഹിച്ചൊക്കത്തുള്ളൂ. എന്നാൽ എസ്കേൽ കാലത്ത് ഇപ്പോൾ പ്രവാസത്തിലായിരിക്കുന്ന ലേവിയുടെ കാര്യത്തിൽ ഉള്ളൊരു ക്രമീകരണം പറയുന്നത്, നിങ്ങൾ ഈ നിലയിൽ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചത് അവിടെ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് നമ്മുടെ കാലത്ത് എന്നെ വിട്ടകന്നു പോയവരും എന്നെ വിട്ട് തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായി ലേവ്യർ തന്നെ അതിൻ്റെ അകൃത്യം വഹിക്കണം. ഇത് എടുത്തെടുത്തു പറയുന്നു. അത് വളരെ ഊന്നൽ കൊടുത്തു പറയാതെ റിപ്പീറ്റ് ചെയ്യുന്നത്, ഊന്നൽ കൊടുത്തു പറയുകയാണ്. വഴിതെറ്റിപ്പോയ ലേവിയുടെ ഭാവി ഇതിൻ്റെ കുറ്റം അവർ വഹിച്ചേ ഒക്കത്തുള്ളൂ. എന്നാൽ അവർക്കൊരു വാഗ്ദത്തം കൊടുക്കുന്നു, ഭാവിയിൽ ദൈവം അവരെ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. യെഹെസ്കേലിലെ ആലയത്തിൽ, യെഹെസ്കേൽ കണ്ട ആലയത്തിൽ, അതിൻ്റെ പുനഃസ്ഥാപനത്തിൽ അവർ ആലയത്തിൻ്റെ കാവൽക്കാരും ശുശ്രൂഷക്കാരുമായിരിക്കുമെന്ന് യഹോവയായ ദൈവം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തെറ്റിപ്പോയ സമയത്ത് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ തന്നെ അതിന് കുറ്റം വഹിച്ചിരിക്കും, നിങ്ങളുടെ തലമേൽ തന്നെ ഇരിക്കും. എന്നാൽ നിങ്ങൾക്കൊരു റീക്രിയേഷൻ, ഒരു പുനഃസ്ഥാപനം, ഒരു പുനർനിർമ്മാണം നിങ്ങൾക്കുണ്ട്. എൻ്റെ ആലയത്തിൽ നിങ്ങൾ ശുശ്രൂഷകന്മാരായും കാവൽക്കാരായിരിക്കണം. എന്നാൽ നിങ്ങളുടെ അകൃത്യം നിങ്ങൾ വഹിക്കണം. 2 തവണ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ദൈവം ലേവ്യരെ അവിടെ പാപത്തിനും വിഗ്രഹാരാധനയ്ക്കും ഉത്തരവാദികളായെന്നും അതിൻ്റെ പേരിൽ ദൈവരെ ശിക്ഷിക്കുമെന്നും വളരെ ഉറപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത് ആ 13-ാമത്തെ വാക്യത്തിൽ, പുരോഹിതനായി എന്നെ ശുശ്രൂഷിപ്പാൻ അവർ എൻ്റെ അടുക്കൽ വരില്ല. യെഹെസ്കേലിന്റെ കണ്ട ആലയത്തിൽ ലേവ്യർക്ക് പുരോഹിതന്മാരായി യാഗങ്ങൾ അർപ്പിക്കുവാൻ അനുവാദമില്ല. മുമ്പ് പരാമർശിച്ച പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അവർ മുൻകാല വിഗ്രഹാരാധനയ്ക്കുള്ള അവരുടെ ശിക്ഷയുടെ ഭാഗമാണിത്. കാരണം അവർ ചെയ്ത മ്ലേച്ഛതകൾ, അതിന് പരിഹാരം അവർ തന്നെ തലയിൽ വഹിക്കണം. ഇവിടെ ലേവ്യർ ചെയ്ത മുൻകാല പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടു എന്ന വസ്തുതയാണ് ഇവിടെ കാണുന്നത്. അവർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ വരുംകാലത്തിൽ വരാൻ പോകുന്ന ആലയത്തിൻ്റെ കാവൽക്കാരായി അവർ ഇരിക്കുകയും വേണം. ഞാൻ എൻ്റെ വാക്കിയുടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോയാൽ ഈ സമയത്ത് നിർത്താൻ കഴിയത്തില്ല. ആ ലേവ്യരിൽ തന്നെ അടുത്ത വാക്യത്തിൽ വായിക്കും, സാദോക്കിൻ്റെ തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട്. ലേവ്യർ മുഴുവൻ ഈ നില തെറ്റിപ്പോയപ്പോൾ സാദോക്കിൻ്റെ പുത്രന്മാരെക്കുറിച്ച് എടുത്ത് ദൈവജൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രാത്രി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട് വസ്തുത. ഒന്ന്, ദൈവത്തിന് ഹിതമല്ലാത്തൊന്നും നമ്മളിൽ വരാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും ദൈവമായിട്ട് ഉടമ്പടി ചെയ്തവരാകിയാൽ നമ്മുടെ ഹൃദയത്തിനകത്തും നമ്മുടെ മാംസത്തിലും ദൈവത്തിൽ വരുമ്പോൾ പരിച്ഛേദനേറ്റവരായി ആ ഒരു ആ ഒരു ചിന്തയോടുകൂടി വരണം. ഇല്ല എങ്കിൽ ദൈവിക ഉടമ്പടിയെ നമ്മൾ ലംഘിക്കുന്നു, ദൈവിക നിയമത്തെ നമ്മൾ ലംഘിക്കുന്നു. മറ്റൊന്നിവിടെ കണ്ടത്, ലേവ്യരായിരിക്കുന്നവർ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലം അവരുടെ കുറ്റം അവർ തലമേലിരിക്കും. വരും കാലങ്ങളിൽ ദൈവരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചതാകയാൽ അവർ തലമുറ തന്നെ വരും കാലങ്ങളിൽ ആലയത്തിൻ്റെ കാവൽക്കാരായിരിക്കും. ദൈവത്തിൻ്റെ നീതി മക്കളുടെ മക്കളുടെ മേൽ ഇരിക്കും എന്ന വചനം പഠിപ്പിക്കുന്നു നമ്മളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നീതിമാന്മാരായി ജീവിച്ച് ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കാം. ഒരു വേർതിരിവ് ഇവിടെ നടന്നില്ലെങ്കിലും വരും കാലത്ത്
ദൈവസഭയ്ക്കകത്ത് ദൈവം തൻ്റെ സഭയിൽ ഒരു വേർതിരിവ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാവർക്കും കടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളാരും അതിന് നഷ്ടപ്പെട്ടവരായി തീരല്ലേ, ഞങ്ങളാരും നിത്യത നഷ്ടപ്പെട്ടവരായി തീരല്ലേ. ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഞങ്ങൾക്ക് ശുഭകരമായൊരു യാത്ര തന്ന് ഞങ്ങളെല്ലാവരും നിത്യതയിൽ കാണണമെന്ന് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ എസ്രായയുടെ പുസ്തകം വായിക്കുന്നു, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ശുഭകരമായൊരു യാത്രയെന്ന് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ കർത്താവേ, ശുഭകരമാകുന്നൊരു യാത്ര നിത്യതയിൽ ചെല്ലുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും സഹായിക്കണമെന്ന് നമ്മുടെ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.